പശ്ചിമബംഗാളിൽ തൃണമൂൽ എംപിമാരും എംഎൽഎമാരും പാർട്ടി വിടാൻ നീക്കം തുടങ്ങിയെന്ന് ബിജെപി നേതാക്കൾ. തൃണമൂൽ കോൺഗ്രസിൽ പിളർപ്പിന് സാധ്യത ഏറിയെന്നും ബിജെപി. ദീദി മമതാ ബാനർജിക്ക് കാലിടറിയതോടെ തൃണമൂൽ കോൺഗ്രസിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ജനപ്രതിനിധികൾ പല സ്ഥലങ്ങളിലും രാജിവെച്ചത് തൃണമൂൽ കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലഹം ശക്തമാക്കി. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും ബിജെപി നേതാവുമായ സുവേന്ദു അധികാരി പങ്കെടുത്ത യോഗത്തിൽ നിരവധി തൃണമൂൽ പ്രവർത്തകർക്കൊപ്പം എംഎൽഎമാരും ബരാസത്ത് എംപി കക്കലി ഘോഷ് ദസ്തിദാറും പങ്കെടുത്തു. ഇത് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. ലോക്സഭയിലെ തൃണമൂലിന്റെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്നും കക്കോലിയെ അടുത്തിടെ മാറ്റിയിരുന്നു. പാർട്ടിയിൽ നിന്നും ഭീഷണി നേരിടുന്ന കക്കോലി ഘോഷ് ദസ്തിദാറിന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൈ കാറ്റഗറി സുരക്ഷ നൽകിയിട്ടുണ്ട്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നിന്നും തൃണമൂൽ കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ രാജിവെച്ചത് പല സ്ഥലങ്ങളിലും ഭരണ അസ്ഥിരതയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. എന്നാൽ രാജി പിൻവലിക്കണമെന്ന് മമതാ ബാനർജി ആവശ്യപ്പെട്ടിട്ടും നേതാക്കൾ പിന്മാറാൻ തയ്യാറാകുന്നില്ല. തൃണമൂൽ കോൺഗ്രസ് അനധികൃതമായി ഭൂമി കയ്യേറി സ്ഥാപിച്ച പാർട്ടി ഓഫീസുകൾ പുതിയ സർക്കാർ ഇടിച്ചു നിരത്തുന്നതിനൊപ്പം CPIMന്റെ കയ്യിൽ നിന്നും തൃണമൂൽ പിടിച്ചെടുത്ത പാർട്ടി ഓഫീസുകൾ ഒഴിപ്പിക്കുന്ന ജോലികളും ബംഗാളിൽ പുരോഗമിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദീദിക്കുണ്ടായ പരാജയം പാർട്ടിയുടെ പിളർപ്പിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ തള്ളിക്കളയുന്നില്ല. തൃണമൂൽ കോൺഗ്രസ് വിട്ടുവരുന്ന നേതാക്കളെയും ജനപ്രതിനിധികളെയും സ്വീകരിക്കാൻ തയ്യാറെടുക്കുകയാണ് ബിജെപി. കുറഞ്ഞത് 20 എംപിമാരെങ്കിലും കൂറുമാറും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ബിജെപി ക്യാമ്പ്. പരമാവധി എംപിമാരെ ഒപ്പം എത്തിക്കാനാണ് ബിജെപിയുടെ ഇപ്പോഴത്തെ നീക്കം. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.